ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ഞാൻ പറയുന്നത് എന്താണ് ഈ കഥ, ഇതൊരു ബാലന്റെ കഥ. അപ്പൊ പിന്നെ പടത്തിന്റെ പേര് ബാലൻ എന്നല്ലേ, അത് കഥ തന്നെയാണ് ഇതിലെ സ്റ്റാർ. ജോയിൻ ചെയ്യാൻ വരുന്ന ദിവസമാണ് മറ്റേ സ്റ്റേറ്റ് അവാർഡിന്റെ അനൗൺസ്മെന്റും. അപ്പൊ ഞാനിങ്ങനെ ഒരു ജൂറി പരാമർശം കിട്ടിയിട്ട് ഈ ജൂറി പരാമർശം കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റൂല, അവിടെ എല്ലാവർക്കും ഉണ്ട് സ്റ്റേറ്റ് അവാർഡ്. എന്തോ എനിക്ക് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കണ്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ ഒരു സാമ്യവും ഇങ്ങനെ തോന്നി. പിന്നെ എന്തോ അവര് ഭയങ്കര നല്ല ആക്ടേഴ്സ് തോന്നി ഇവര് രണ്ടുപേരും. ബാലൻ കാരണം പണി കിട്ടിയ പാവ രണ്ടാൾക്കാരാണ്. ഞാനിങ്ങനെ നോക്കും ഈ ആക്ഷൻ മറ്റേ ഷോട്ടിന്റെ സമയത്ത് അവിടെ വന്നിട്ട് ടോവി എവിടെ നോക്കും, അപ്പൊ ബാക്കിലൊക്കെ നിൽക്കുകയായിരിക്കും. അപ്പോഴും ടോവി ഇല്ലേ അതില്? അനൗൺസ് ചെയ്യുന്ന സമയത്തില്ല. ടോവി ഭയങ്കരമാണ്. ഇത്രയും വയറൊക്കെ ഉണ്ടായിട്ട് അയാള് മടിയില്ലാത്ത ഷർട്ട്, സ്വന്തമായിട്ട് സിക്സ് പാക്ക് ഉള്ള ആളാണ്. പുറത്തുനിന്ന് കാണുമ്പോ നമുക്കൊരു അസൂയ എല്ലാം തോന്നുന്നൊരു പരിപാടിയാണ്. സ്റ്റാർ എന്നുള്ളതിന് അപ്പുറത്തേക്കുള്ള നമ്മൾ പേഴ്സണലി കണ്ടിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുക. അമ്മയ്ക്കും മകനും പടത്തിലുടനീളം പേരില്ല. കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട പോലീസുകാരനാവാൻ പറ്റുമോന്ന് ചോദിച്ചാൽ എന്താ പിന്നെന്താ, കമലഹാസനെ വെച്ച് പടം ചെയ്താലും ഈ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് കിട്ടുന്നത്. അതാണ് അതിന്റെ ഒരു രസം. ചിദംബരം മോഹൻലാൽ പടം വരുന്നു, കണ്ണടച്ച് പിടിവെക്കുന്നു, എവിടെ കൊള്ളാൻ നോക്കാം. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ തിയേറ്ററിലെത്തിയിരിക്കുന്നു. ബാലനെ കുറിച്ച് സംസാരിക്കാനാണ് ടൊവിനോ, ചിദംബരം, ജീൻ പോൾ. ടൊവി ഭയങ്കര ഒരു സർപ്രൈസ് കാസ്റ്റിംഗ് പോലെയാണ്. ടൊവി തന്നെ എനിക്ക് അതിൻ്റെ ഒരു പോർഷൻ ഷൂട്ട് ചെയ്തതിന് ശേഷം ഒരു ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ കാണുന്നത് അതിൻ്റെ കാസ്റ്റിംഗ് സർപ്രൈസ് അല്ല, അത് വളരെ ക്രൂഷ്യൽ മൊമെൻറ്റ് എൻ്റർ ആവുന്ന, നമ്മളൊരു സ്പോയിലർ സ്വഭാവത്തിലേക്ക് പറയുന്നില്ലെങ്കിൽ പോലും ഒരു നോർമൽ ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. എന്തായിരുന്നു ഈ മുഴുവൻ കഥ കേട്ടിട്ട് എന്താണ് ഇതിലേക്കുള്ളൊരു എൻട്രി? എങ്ങനെയാണ്? ഒരു ദിവസം ഇതുപോലെ ജിത്തുവും കൂടെ വന്നിട്ടാണ് ഇത് നാരേറ്റ് ചെയ്തത്. രണ്ടുപേരും. അപ്പോൾ എനിക്ക് രണ്ടുപേരും കുറെ നാളായിട്ട് പരിചയമുള്ളതാണ്. ജിത്തുവിനെ എനിക്ക് ഒരു 2016 ഗപ്പിയിൽ ജിത്തു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, പിന്നെ മറഡോണയിലും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് അന്ന് പോലെ അറിയുന്നതാണ്. ജിതു ആണെങ്കിലും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഒരുപാട് നാളുകളായിട്ട് നമുക്ക് അറിയണതാണ്. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് വെച്ചാൽ ഒരിക്കലും ടൊവിനോ തോമസ് എന്ന് പറയുന്നത് സ്റ്റാറിന് അങ്ങനെ ഒരു ക്യാരക്ടർ അവർ ഓഫർ ചെയ്യില്ല. ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ആക്ടറിന് ഓഫർ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അത്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. മാത്രമല്ല ഭയങ്കര ഞാൻ കുറേ നാളുകൾക്കിടയിൽ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടർ ആർക്കും ഈ സിനിമയിലെ അബ്ബാസ് എന്നുള്ളൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ അപ്പൊ തന്നെ അല്ലേ അവിടെ ഇരുന്ന് തന്നെ ഓക്കെ പറഞ്ഞു, അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് നമുക്കറിയാം, അന്നൊരു അതുവരെ എല്ലാ റെക്കോർഡ് ബ്രേക്കർ പടമായിട്ടാണ് വരുന്നത്. അതിനുശേഷമുള്ള ചിദംബരത്തിന്റെ സിനിമ എന്ന് പറയുന്ന സമയത്ത് ഏത് പടം എടുക്കും, ഏത് തരം എടുക്കും, എന്ത് തരം, മലയാളമാണോ, തമിഴാണോ, തെലുങ്കാണോ, ഹിന്ദിയാണോ നിൽക്കുന്നിടത്താണ് ബാലന്റെ അനൗൺസ്മെന്റ് വരുന്നത്. ബാലൻ കണ്ടപ്പോഴേക്ക് തോന്നിയത് അതൊരു ഫിലിമബിൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് പോലെ, എന്നാൽ നമ്മൾ ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയുടെ ഫീൽ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു നോവൽ ഐഡിയ സിനിമയായിട്ട് വരുന്നു. ഭയങ്കര ഒരു മാസ്റ്റർ പീസ് പോലെ പ്ലേസ് ചെയ്യാവുന്ന ഒരു സിനിമയായിട്ടാണ് അത് കൊണ്ടുവരുന്നത്. ചിദംബരം ഒരു അടുത്ത പടം മഞ്ഞുമലിന് ശേഷം എടുക്കാൻ തീരുമാനിക്കുന്നത് ഭയങ്കര ആക്സിഡന്റൽ ഡിസിഷൻ ആയിട്ട് ഇത് ഈ പടം എടുത്താണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം എടുക്കണം എന്നുള്ള ആഗ്രഹം? ഇങ്ങനെ ഒരു പടം എടുക്കണം എന്നുള്ള ആഗ്രഹം എല്ലാ ഡയറക്ടറിനും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു ഭയങ്കര ചെറിയൊരു എന്താ പറയുക, വളരെ ചെറിയ ക്യാരക്ടേഴ്സും വളരെ ചെറിയ ക്യാരക്ടേഴ്സും ഭയങ്കര ഒതുക്കത്തിൽ നിൽക്കുന്ന ഒരു സിനിമ, പക്ഷേ അതിൻ്റെ ഒരു ത്രില്ലർ സ്വഭാവം എന്നുള്ളത് ഭയങ്കര ഒരു ഡ്രീം ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ സിനിമ എന്ന് വെച്ചാൽ ഇറ്റ് വാസ് നെവർ പ്ലാനിലേ ഇല്ലായിരുന്നു. മഞ്ഞുമൽ കഴിഞ്ഞ് അതേപോലെ പല അവസരങ്ങൾ വന്നു, പല വാതിലുകൾ തുറന്നു. അപ്പം എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കും കൺഫ്യൂഷനായി. അതിപ്പം എന്താ പറയുക, പെട്ടെന്ന് കഥ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഫുൾ ബ്ലോഗ്. അപ്പോഴും ഞാനിങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണ് സജിൻ ഗോപു ഇതേപോലെ ഞാനിങ്ങനെ പറഞ്ഞ അളിയ കഥയൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടാകുന്ന പറയുന്ന സമയത്ത് ജിത്തുവിന്റെ ഒരു പരിപാടി ഉണ്ടെന്ന് കേട്ടു. ആ സമയത്ത് അപ്പോഴാണ് സജിൻ പറഞ്ഞത് ജിത്തുവിന്റെ അടുത്തൊരു കഥയുണ്ട്. ഞാൻ ബ്രേക്കിനപ്പം തന്നെ ജിത്തുവിനെ വന്ന് കണ്ടു. ജിത്തുവിനെ കണ്ട് കഥ കേട്ടു. അപ്പൊ തന്നെ എനിക്കിതിലൊരു നല്ലൊരു സിനിമ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഭയങ്കര ഒരു സാധ്യതയുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. പിറ്റേ ദിവസം തന്നെ ഞാൻ യാദൃശ്ചികമായിട്ട് KVN ആയിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. KVN ടെസ്പിയൻ പ്രൊഡക്ഷൻസുമായിട്ട് ബാംഗ്ലൂർ വെച്ച്. അപ്പം തന്നെ ഞാൻ വെറുതെ കഥ പറഞ്ഞു. അപ്പം തന്നെ ഒരു 3 ദിവസത്തോളം ഓണായ സിനിമയാണത്. പെട്ടെന്ന് തന്നെ വന്നത്. ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടും അത് ഇങ്ങനത്തെ ഒരു സിനിമ പെട്ടെന്ന് അത് അങ്ങനത്തെ ചില കഥകൾ വന്നു ചേരും. അങ്ങനെ വന്നു ചേർന്ന കഥയാണ് മഞ്ഞുമലും. ഒരിക്കലും അങ്ങനത്തെ ഒരു വർഷങ്ങളായിട്ട് അത് ആ സിനിമ ചെയ്യണം എന്നല്ല, പെട്ടെന്ന് ഇങ്ങനെ വന്നു ചേരുന്നതാണ്. അപ്പം ഇങ്ങനെ വന്നു ചേരുന്നങ്ങൾ
ഒരു ഭാഗ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു ചേർന്നതാണ് ബാലൻ. ഈ പുറമേക്കുന്ന ആളുകൾ നോക്കുമ്പോഴേ ഇപ്പം ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ എഴുതിയിട്ടുള്ള മഞ്ഞുമലിന് ശേഷം ചിദംബരം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മഞ്ഞുമലിന്റെ കോർ ടീം എല്ലാം അതേപടിയുള്ള ഒരു സിനിമ എന്നുള്ളതാണ്. എന്നാൽ അവിടെ ഈ പറഞ്ഞ സ്റ്റോറിയിലാണ്, അതായത് ചിദംബരത്തെ ഇഷ്ടപ്പെട്ട ഒരു കഥ സിനിമയാക്കുന്നു എന്നുള്ളതാണ്. സ്റ്റാർ ഡ്രിവൺ പ്ലോട്ടിലേക്ക് പോയിട്ടുമില്ല എന്നുള്ളതാണ്. ആ ഡിസിഷനിൽ ഒരു ഒരു ധൈര്യം കൂടുതൽ വേണ്ടേ ശരിക്കും? എനിക്ക് കഥയിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ജിത്തുവും ഇത് ചെയ്യാൻ വെച്ചിരുന്ന സിനിമയാണ്. പിന്നെ ജിത്തു പിന്നെ അതിന്റെ തിരക്കുകളിലേക്കായി. അപ്പം എന്താ പറയാ, കഥ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന സാധനം എന്ന് എനിക്ക് തോന്നുന്നു. അത് കഥ തന്നെയാണ് ഇതിലെ സ്റ്റാർ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഈ ഇതിന്റെ ഒരു പ്രിഡിക്റ്റബിലിറ്റി പാടില്ല. അതുകൊണ്ടാണ് എനിക്ക് അറിയുന്ന മുഖങ്ങളൊന്നും വേണ്ടാന്ന്. അതുപോലെ ടൊവി ആയാലും ജീൻ വന്നാലും അവരുടെ തന്നെ അറിയാത്തൊരു മുഖമാണ് ഞാൻ അതിൽ കാണിക്കാൻ ശ്രമിച്ചിരുന്നത്. ജീൻ ശരിക്കും മഞ്ഞുമ്മൽ ഭയങ്കര രസമുള്ള ക്യാരക്ടറായിരുന്നു, എന്നാൽ കുറച്ചുകൂടി വിയേർഡ് സ്വഭാവത്തിലൊക്കെ. പക്ഷേ ഇതിൽ വരുമ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, അച്ചടക്കം എന്ന് പറയാൻ പറ്റില്ല, ഒരു 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 ഗ്രേ ഷെയ്ഡൊക്കെ പ്ലേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. പക്ഷെ നേരത്തെ ക്യാരക്ടറിൻ്റെ ഒന്നും ഒരു കണക്ഷൻ ഒന്നും വരാത്ത രീതിയിലാണ് പ്ലേസ് ചെയ്തത്. അതെന്താ ചിദംബരത്തിന് അകത്ത് വരുമ്പോൾ വേറെ എന്തെങ്കിലും കംഫർട്ട് ഉണ്ടോ ബ്രീഫിങ്ങിലും, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ ഒന്നും ചെയ്യാതെ മാറി ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കംഫർട്ട് എന്താ? ചിദംബരത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ നല്ല രസമാണ്. പിന്നെ എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് നല്ല സംവിധായകരെ കൂടി വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പം എന്നെ ചിദംബരം മഞ്ഞുമൽ ബോയ്സിൽ വിളിക്കുമ്പം സത്യത്തിൽ അതൊരു സർപ്രൈസ് കോളാണ്. എനിക്ക് ഗണപതി ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് എല്ലാവരും ഉണ്ട്. ഇത് പക്ഷെ കുറച്ചും കൂടി ഒരു ഓപ്പർച്യൂണിറ്റി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ചിദംബരത്തിന് ആ ക്യാരക്ടർ ചെയ്യാനായിട്ട് മലയാളത്തിൽ നിന്ന് ആരെ വേണേലും വിളിക്കാം എന്നുള്ള സാഹചര്യത്തിൽ ഞാൻ ഒരു സംവിധായകനായിട്ടിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ഒരു നടനായിട്ട് അതിലേക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ എനിക്കതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. അപ്പം അത് ഞാൻ മിസ്സാക്കത്തില്ലായിരുന്നു. പിന്നെ പറയുന്ന പോലെ ചിദംബരത്തിനോട് വർക്ക് ചെയ്യാൻ ഭയങ്കര വെച്ചാൽ പുള്ളി ആ ക്യാരക്ടറിനെ പറ്റി കൃത്യമായിട്ട് നല്ല ധാരണയുണ്ട്. അതിപ്പോ നമ്മളവിടെ ചെന്നിട്ട് ഭയങ്കരമായിട്ട് ഇംപ്രവൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വളരെ ബ്ലാങ്ക് ആയിട്ട് ആ ക്യാരക്ടറിനെ പറ്റി മനസ്സിലാക്കി. പിന്നെ ഈ ക്യാരക്ടറിന് എനിക്കുള്ളൊരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ട് കഥ എന്താണെന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല എൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്യാനായിട്ട്. എൻ്റെ ക്യാരക്ടർ വളരെ പ്രസന്റ് ആയിട്ട് ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ ഒട്ടുമിക്കവാറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡറിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ട്രസ്റ്റ് ദ പ്രോസസ്, ട്രസ്റ്റ് ദ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പരിപാടിയായിരുന്നു. നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. ഈ ബാലൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ എക്കാലത്തും ഓർത്തു വെക്കുന്നൊരു സിനിമയുടെ ടൈറ്റിലാണ്. അവിടെയും നമ്മൾ ഭയങ്കരമായ ഒരു എമ്പതി, ഇമോഷൻസ്, അങ്ങനെ ഒരു ഒരു മിക്സ്ചർ അങ്ങനെ കണ്ടിട്ടുണ്ട് സിനിമയുടെ. ഇപ്പം ഈ അങ്ങനെ ഒരു പേരെടുത്ത് വെക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു റിസ്ക് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു മാസ്റ്റർ ക്ലാസ് വർക്കിന് കിട്ടിയിട്ടുള്ള എല്ലാ അംഗീകാരമുള്ള ഒരു പേരാണല്ലോ ഈ പടത്തിലേക്ക് എടുക്കുന്നത്. അതെ, ബാലൻ എന്നുള്ള പേരിന് എനിക്ക് സിനിമയെ പറ്റി ഞാൻ ആലോചിച്ചു. ഇതിന് പല പേരുകളുണ്ടായിരുന്നു. വർക്കിംഗ് ടൈറ്റിൽ ജൂനിയർ, പിന്നെ ജയിലിലെ നമ്പർ, അങ്ങനെയൊക്കെ ആയിരുന്നു പല. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഈ കഥ, ഇതൊരു ബാലന്റെ കഥ, അപ്പൊ പിന്നെ പടത്തിന്റെ പേര് ബാലൻ എന്നല്ലേ നോക്കുമ്പോഴത്തേക്കും പിന്നെയാണ് നമ്മളിതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്, മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. വളരെ ഇമോഷണലി നമുക്ക് കുറച്ച് പോസസീവ് ആയിട്ടുള്ള ഒരു പേരാണ്. കാരണം പേര് കിട്ടാനും എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്താ പറയാ, അപ്പൊ ബാലൻ ആ പേരിനോട് ലിവപ്പ് ചെയ്യണം. കാരണം വെറുതെ ഒരു പേരെടുത്ത് വെച്ച് നമുക്ക് ഉളവാക്കാൻ പറ്റില്ല. വിഗതകുമാരനെ ഒക്കെ എടുത്ത് വെച്ചൊരു സിനിമ ആക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ ആ പേരിനോട് ലിവപ്പ് ചെയ്യണം എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബാലൻ ആക്ച്വലി ആരും കണ്ടിട്ടില്ല. ഇറ്റ്സ് എ ലോസ്റ്റ് ഫിലിം. ബാലന്റെ കോപ്പികൾ ഇവിടെ ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവില്. കാരണം അത് കണ്ടവർ കുറച്ചു പേരേ ഉള്ളൂ. അതും ഒരു 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 വിഷാദനായ ഒരു ബാലന്റെ കഥ, രണ്ടാനമ്മ വരുന്നതും ആ വീട്ടിൽ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു സിനിമയാണ് ബാലൻ. അപ്പൊ അതിൽ നിന്നല്ല, ആ പ്ലോട്ടേ അല്ല ഈ പടം. പക്ഷെ എനിക്ക് എന്ത് തോന്നി, ബാലൻ എന്നുള്ള പേര് ഇതിന് ഏറ്റവും ആപ്റ്റ് ആണെന്ന് തോന്നി. കാരണം അത് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഏകദേശം ഇതേ പേര് തന്നെ. ഇപ്പം തമിഴിലായാലും ഹിന്ദിയിൽ ബാലക് എന്നായാലും ഇപ്പം ഒരു ഇന്ത്യക്കകത്ത് തന്നെ ഒരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ബാലൻ എന്നുള്ള പേരിലേക്ക് പോകാൻ കാരണം. ഇതിൽ കാസ്റ്റിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം നമ്മൾ ഇപ്പൊ അബ്ബാസിന്റെ ആണെങ്കിലും പവിത്രന്റെ ഒക്കെ കാസ്റ്റിങ്ങിനപ്പുറത്ത് ഇതിന്റെ ഒരു കോർ രണ്ടുപേർ, എനിക്കൊന്ന് ഇത് ഏറ്റവും എഫേർട്ട് എടുത്തിട്ടുള്ളതും ടാസ്കും അമ്മയും മകനെയും കണ്ടെത്തുക എന്നുള്ളത്. അതായത് ചെറിയ കുട്ടിയെയും അന്നത്തെ അമ്മയും കണ്ടെത്തുക എന്നുള്ളതായിരുന്നല്ലോ. പക്ഷെ നമുക്ക് ഭയങ്കര അൺപ്രഡിക്റ്റബിലിറ്റി ഉള്ള രണ്ടുപേരെ, അതായത് ഇവർ പറയുന്ന അത് ഒരു റിവീൽ ചെയ്യുന്നില്ല, എന്നാൽ പോലും ഇവർ പറയുന്ന കഥകളിൽ അവിശ്വസനീയ തോന്നാത്ത വിധത്തിൽ അവർ നമ്മൾ വിശ്വസിച്ച് പോകുന്ന രണ്ടുപേരെയാണല്ലോ കാസ്റ്റ് ചെയ്യുന്നത്. ഇവരെയാണ് ഏറ്റവും കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യുന്നത്. ആ കാസ്റ്റിങ്ങിലേക്കും ആ കൺവിക്ഷനിലേക്കും എക്സിക്യൂഷൻ എങ്ങനെയായിരുന്നു? കാസ്റ്റിംഗ് ഗണപതിയാണ് നിർവഹിച്ചിരിക്കുന്നത്. അപ്പം കാരണം അത് ഭയങ്കര വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. കാരണം ടു അറൈവ് ആ ഒരു രണ്ട് ഫേസിലേക്ക് അറൈവ് ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് അമ്മയും മകനും എന്നുള്ളത് ഭയങ്കര കുറേ പിള്ളേരെ നമ്മൾ കുറേ സ്കൂളുകളിൽ കയറി ഇറങ്ങി
അതേപോലെ കുറേ എന്താ പറയുക നടിമാരെ നമ്മൾ ലൈക്ക് ആക്ടേഴ്സിനെ നമ്മൾ ഓഡീഷൻ ചെയ്തു 100-700 പേര് എന്തോളം ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെയാണ് ഉം. നമുക്ക് ഫർസാനിനെ കിട്ടുന്നത്. അപ്പം എന്തോ എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും അതിശേഷം നമ്മൾ എന്തോ എനിക്ക് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കണ്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ ഒരു സാമ്യവും ഇങ്ങനെ തോന്നി. പിന്നെ എന്തോ അവർ ഭയങ്കര നല്ല ആക്ടേഴ്സുമാണ് ഇവർ രണ്ടുപേരും. അപ്പം അതൊരു ഭയങ്കര ഇതായിരുന്നതിൽ ഏറ്റവും എന്താ പറയുക കാരണം അത് പാളിക്കഴിഞ്ഞാൽ സിനിമ എല്ലാം, കാരണം ദാറ്റ് ഇസ് ദ ഫേസ്, നമ്മൾ അവരോട് കണക്ട് ആവണം. കാരണം മുൻപരിചയം ഇല്ലാത്ത ഫേസസ് ആണ് രണ്ടുപേരും. അവരുടെ ഒരു എമ്പതി വരണം, നമ്മൾ അവർക്ക് വേണ്ടി റൂട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ അതിലുണ്ട്. അപ്പം അതിന് പറ്റി എനിക്ക് എന്തോ ആ രണ്ട് കണ്ണുകൾ എനിക്ക് കിട്ടി. ഞാൻ അവരെന്തുകൊണ്ടും ഭാഗ്യത്തിന് അവർ നല്ല ആക്ടേഴ്സും കൂടിയായിരുന്നു. സോ അതായിരുന്നു എൻ്റെ മെയിൻ വൺ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നോൺ ഫേസസ് എല്ലാവരും നോക്കി. വി ഹാവ് ലോട്ട് ഓഫ് ഗ്രേറ്റ് ആക്ടേഴ്സ് ലൈക്ക് ഫീമെയിൽ ആൻഡ് മെയിൽ ആക്ടേഴ്സ് മലയാളം. നമുക്ക് അതിന് ഒരു കുറവില്ല. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് പുതിയ ആൾക്കാർ പോയി എന്ന് വെച്ചാൽ എനിക്ക് ആ ഫേസിൽ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി വേണം. ഇവരെന്ത് ചെയ്യും, കാരണം ഇവർ മുന്നേ ഒന്നും ചെയ്തതായിട്ട് നമുക്ക് ഇതുവരെ അറിയില്ല, കണ്ടിട്ടുമില്ല. അപ്പൊ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി കൊണ്ടാണ് ഞാൻ ജീൻ ലുക്കാണ് ടോവിൻ ലുക്കാൽ ഏറ്റവും മാക്സിമം ആ ലുക്സ് മാറി ഇവർ കാണാത്ത ഒരാളെ കൊണ്ടുവന്ന് അപ്പൊ ഇവരെന്താ ചെയ്യാന്നുള്ളൊരു ഒരു ചെറിയൊരു അൺപ്രഡിക്റ്റബിലിറ്റി. അത് കഥേനെ ഒരു സിനിമയുടെ ആസ്വാദനത്തിന് അത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ആ ഡിസിഷനിലേക്ക് എത്തുന്നത്. ഈ അബ്ബ ഞാനത് മനസ്സിലാക്കുന്നത് വെച്ചാൽ അതിനൊരു മെറ്റഫർ പോലത്തെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഉം. ഈ ശരിക്കും നോക്കുകയാണെങ്കിൽ ബാലന്റെ സ്റ്റോറിയിലൂടെ ബാലന്റെ ജീവിതത്തിൽ വരുന്നവരും എന്നാൽ ബാലൻ ആരുടെയൊക്കെ ജീവിതത്തിൽ പോകുന്നോ അതിനെ കണക്ട് ചെയ്താ കൊണ്ടുപോകുന്നത്. അതെ. കാരണം വെച്ചാൽ നമ്മള് ബാലന്റെ കഥ അബ്ബാസിന്റെ കഥയാണ്. ഉം. ബാലന്റെ കഥയിൽ തന്നെ പവിത്രന്റെ കഥയുണ്ട്. കാരണം വെച്ചാൽ അവരുടെ സാക്രിഫൈസ് ഉണ്ട്, അവരുടെ വിട്ടുകൊടുക്കലുണ്ട്. അതെ. ഇതിന്റെ എല്ലാം ഒരു ഞാൻ പറഞ്ഞ മിക്സ് ഉണ്ടല്ലോ. ഉം. ഞാൻ പറഞ്ഞ ഒരു ചെറിയ സമയത്തേക്കാണ് ഒരു ആക്ടർ വരുന്നെങ്കിലും അതിന്റെ ഒരു നേരത്തെ ടോബി പറഞ്ഞല്ലോ ഭയങ്കര ആർക്കിന്റെ കംപ്ലീഷൻ, എന്നാൽ പോലും ആ ക്യാരക്ടറിന് അത്രയും ലേയേർഡ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനം. അത് ഒരു എഴുത്ത് മുതലുള്ള ഒരു ആലോചനയിലാണോ? ഇപ്പം ടോബിയുടെ ആ ക്യാരക്ടർ പറയുന്നു, ഓക്കെ, അത് അതിലൊരു കൈൻഡ് ഓഫ് മേക്ക് ഓവർ ഉള്ള ക്യാരക്ടറാണ്. അതിന്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഫിസിക്കലാണെങ്കിലും വേറെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ടോബി മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ അല്ല. ടോബി ഉൾപ്പെടുന്ന ജിയോഗ്രഫി വേറെയാണ്. അങ്ങനെയൊക്കെ വരുന്നൊരു ക്യാരക്ടർ വരുന്ന സമയത്ത് എന്ത് തരം ബ്രീഫും പ്ലാനും ആണ്. കാരണം നമ്മൾ തൊട്ടു മുമ്പ് വരെ കുറേ പടങ്ങളിൽ സ്റ്റാറായി കാണുന്ന ഒരു ആക്ടർ അതിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ ഈ പറയുന്നൊരു ഫ്രഷറിനെ എടുക്കുന്ന പോലെ എത്ര എളുപ്പമല്ലല്ലോ. ബേസിക്കലി ഞാൻ പറയുന്നത് ഇത് ബാലൻ കാരണം പണി കിട്ടിയ പാവ രണ്ടാൾക്കാർ അങ്ങനെ മര്യാദക്ക് ജീവിച്ചു പോകുന്ന രണ്ടാൾക്കാർ. അപ്പൊ അങ്ങനെ ബേസിക്കലി കാരണം ഇപ്പൊ ടോബിയുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ നമുക്ക് പെറ്റമ്മയാണ് ഫസ്റ്റ് ഹാഫ്, അതെ, രണ്ടാമത്തെ ഹാഫ് വളർത്തച്ഛനാണ്. വളർത്തച്ഛനാണ്. പിന്നെ ആ റിലേഷൻഷിപ്പ് പതുക്കെ ടോക്സിക് ആവുകയും അബ്ബാസ് അബ്ബയാവുന്നുണ്ടല്ലോ അബ്ബാസ് അബ്ബ അബ്ബയാണ്. അല്ലേ? പിന്നെ ആ റിലേഷൻ പതുക്കെ ടോക്സിക് ആവും. പിന്നെ ഒരേ കൂരക്കകത്ത് രണ്ട് ഇന്ത്യന്റെ രണ്ട് മെയിൽസ് ആണല്ലോ. ആ, അപ്പൊ അവര് രണ്ട് തമ്മിലുള്ള അതെ, സ്പർദ്ധയും മെയിലിഗോ, രണ്ട് മീലിഗോ അതെല്ലാം അത് എന്താ പറയാ, അത് ഞാൻ ടൊവിയിലേക്ക് എത്തുന്ന വെച്ചാല് എനിക്ക് ടൊവി ആ മേക്കപ്പ് ഇട്ട് വരുന്നത്, ഞാൻ ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് എങ്ങനെ പറയാന്ന് വെച്ചാല് ഞാനിങ്ങനെ നോക്കും ഈ ആക്ഷൻ മറ്റേ ഷോട്ടിന്റെ സമയത്ത് അവിടെ വന്നിട്ട് ടൊവി എവിടെ നോക്കും. അപ്പൊ ബാക്കിലൊക്കെ നിൽക്കുകയായിരിക്കും. അപ്പൊ ഞാൻ വരുന്ന ഈ കട മത്സ്യത്തൊഴിലാളികൾ ഇഷ്ടം പോലെ ഹാർബർ മണിക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ഇടയിലേക്ക് ഭയങ്കരമായിട്ട് വയറും ഈ പല്ല് മേക്കപ്പ് ബ്ലൻഡ് എനിക്ക് കണ്ണ് പിടിക്കില്ല. അല്ലെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയായിരിക്കും. ടൊവി എവിടെ ഇട്ടോടെ. അപ്പം അത്രയും ബ്ലെൻഡിൻ പരിപാടി ആയിരുന്നു. അപ്പം റോണക്സ് നല്ലൊരു മേക്കപ്പ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഐ ഡോണ്ട് നോ വൈ കൃത്യമായിട്ട് എനിക്ക് എനിക്കും ജിത്തുവിന് വി ഫെൽറ്റ് ലൈക്ക് ഒരു കൂട്ടത്തിൽ പെട്ടിരിക്കണം അത് അല്ലെ, അത് നമുക്ക് വേർതിരിച്ച് ടൊവിയെ കൊണ്ട് അറിയരുത് എന്നുള്ളൊരു ചെയ്യിക്കാന്ന് തോന്നി. ഇറ്റ് വാസ് അപ്പം ഇതേപോലെ പവിത്രനാരും ഞാൻ ഇങ്ങനെ ആലോചിച്ച് ജീൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇറ്റ് വാസ്, പിന്നെ നമുക്ക് അതിൽ വേറെ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ അത് എന്തോ പെട്ടെന്ന് മനസ്സിൽ അതിങ്ങനെ കത്തി അതിങ്ങനെ അത് വീണു ആൻഡ് ഇറ്റ് വാസ് റൈറ്റ് ഇൻ പ്ലേസ്. ഇവര് ഈ കഥ ഇത് അനൗൺസ്മെന്റിന്റെ ഫസ്റ്റ് പോസ്റ്റർ കണ്ടപ്പോ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ആവേശത്തിന്റെ സംവിധായകനെ എഴുതി മഞ്ഞുൾ ബോയ്സിന്റെ സംവിധായകൻ അപ്പോഴും ടോവി ഇല്ലേ അതില്? അനൗൺസ് ചെയ്യുന്ന സമയത്തില്ല. വന്നു. ഇല്ല, Announce ചെയ്യുന്ന സമയത്തില്ല. ഏത് പോസ്റ്റർ വന്നപ്പോഴില്ല. ഇല്ല. അപ്പൊ ആ പോസ്റ്റർ കണ്ടപ്പോ ഞാൻ ആലോചിച്ചു കലക്കം പ്രൊജക്ട് ആണല്ലോ. പിന്നെ പോസ്റ്ററും മറ്റേ പയ്യൻ തിരിഞ്ഞു നിൽക്കുന്ന ഭയങ്കര ഒരു യൂഷ്വൽ പോസ്റ്റർ അല്ല, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു പോസ്റ്റർ ആയിരുന്നു. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞത് രസമായിരുന്നു. ആ. കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട പോലീസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയുന്നത് ഈ പോലീസ് വേഷം വരാനും എന്നോടൊന്നും പറയാം. പോലീസ് വേഷം ഇടല്ലേ ഇടയ്ക്ക് വരാം. ആദ്യത്തെ ഞാൻ ഈ കഥ ഈ സിനിമയല്ല. പക്ഷെ എന്റെ അടുത്ത് വരുമ്പോഴും ഓൾറെഡി ജീൻ തന്നെ ആയിരുന്നു ഞാൻ ഇതിനു മുമ്പ് മഞ്ഞുമല്ല സമയത്തും പറയുന്നത് ജീൻഭായി പോലീസ് വേഷം ഫസ്റ്റ് പോലീസ് വേഷം എനിക്ക് തരണ്ടേ എനിക്ക്. കാരണം ജീൻഭായി പോലീസ് വേഷം ഇട്ട് അത് വർക്കാവുന്ന എനിക്ക് ഉറപ്പായിരുന്നു. നല്ലൊരു ഇതിനാണ് കൊടുക്കത്ത മധുരം. അത് കഴിഞ്ഞ പോലീസ് വേഷത്തിന്റെ ഒരു ഒരുപാട് പേര് 3 പടത്തോളം വന്നു പോലീസ് വേഷം. എന്താണത് പോലീസ് വേഷം എനിക്ക് തരണം. അങ്ങനെ ഞാനപ്പോ ഈ പോസ്റ്റർ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും നമുക്ക് പരിചയമുള്ള ആൾക്കാരും ഒക്കെ ആണല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ അന്ന് ഇവര് വരുന്നതിനേക്കാളൊക്കെ മുമ്പ് പോസ്റ്റർ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ ഞാൻ ആലോചിച്ചു കലക്കം പരിപാടി ആയിരിക്കുമല്ലോ. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോ ഞാൻ അറിഞ്ഞ വെച്ചിട്ട് അമ്മയുടെയും കുഞ്ഞിന്റെയും
കഥയാണ്. അമ്മയായിട്ട് എന്തായാലും അഭിനയിക്കാൻ പറ്റില്ല, കുഞ്ഞിന് ഒരുപാട് പ്രായം കൂടിപ്പോയി, നമുക്ക് പറ്റിയ പരിപാടിയൊന്നും അതിനകത്ത് ഇല്ല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരിങ്ങനെ ഒരു പരിപാടി, ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഇല്ല, ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞത്. ക്യാരക്ടർ ആണെങ്കിലും ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്നല്ലോ, പിന്നീട് വന്ന് നമ്മളിങ്ങനെ Progression ഉണ്ട് ഇരുന്നിരുന്നു. അപ്പൊ ക്യാരക്ടർ കേട്ടപ്പോ തന്നെ എനിക്ക് അതിന്റെ മൊത്തത്തിൽ ആർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി ആ ക്യാരക്ടറിനോട് ഭയങ്കര ഇഷ്ടം തോന്നി. അയാൾ പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ആത്യന്തികമായിട്ട് നമുക്ക് എനിക്ക് ഭയങ്കര സ്നേഹം തോന്നി ആ ഹ്യൂമാനിറ്റി ഉള്ള Humanity ഉള്ള, അതെ അതെ. ഇതിലുണ്ടല്ലോ ഈ പറയുന്ന രണ്ട് കാലമുണ്ട്, 2-3 അവസ്ഥകളിലൂടെ പോകുന്നുണ്ട്. ശരിക്കും നമ്മള് ബാലൻ കുറേ അതായത് സിനിമയുടെ ത്രൂ ഔട്ട് ജേർണിയിൽ പോകുന്ന ഒരു സമയത്ത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രഷൻ മൊമെന്റിലാണല്ലോ അബ്ബാസ് ടു അബ്ബ ഉള്ളത്. ഇത് ഞാൻ പള്ളിച്ചട്ടപ്പി കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഇതിലാണ് ജോയിൻ ചെയ്യുന്നത്. ഇത് ജോയിൻ ചെയ്യാൻ വരുന്ന ദിവസമാണ് മറ്റേ സ്റ്റേറ്റ് അവാർഡിന്റെ അനൗൺസ്മെന്റും. അപ്പൊ ഞാനിങ്ങനെ ഒരു ജൂറി പരാമർശം കിട്ടിയിട്ട്, ഈ ജൂറി പരാമർശം കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റൂല, അവിടെ എല്ലാവർക്കും ഉണ്ട് സ്റ്റേറ്റ് അവാർഡ്. അവിടെ ചെല്ലുന്ന എല്ലാവർക്കും, അവിടെ ചെല്ലുന്നിടത്ത് എല്ലാവർക്കും സ്റ്റേറ്റ് അവാർഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ജൂറി പരാമർശം കൊണ്ട് ആരോടും മിണ്ടണ്ട, നമുക്ക് അങ്ങനെ അവിടെ ചെന്ന് കയറുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കവളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ കവളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ കുറച്ച് കവളുണ്ടാക്കാനായിട്ട് നല്ല ഭക്ഷണവും നല്ല സുഖമായിട്ട് വർക്കൗട്ടൊന്നും ഇല്ലാതെ ഒരാഴ്ച ഞാൻ ദുബായിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പല സ്ഥലത്തുനിന്ന്, അവർ ഓൾറെഡി ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതാണ്, അത് ഇതിന്റെ പ്രിപ്പറേഷൻ കൂടെ ആക്കി നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല കവളൊക്കെ കൊടുത്ത് ആണ് തിരിച്ചു വന്നത്. കാര്യം വെച്ചാൽ നമ്മളുടെ കവളൊട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ആ വയറ് മാച്ച് ആവില്ല. അപ്പൊ അങ്ങനെ ഇത് കഴിഞ്ഞ് വന്ന് ഒരു പടത്തിന്റെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്, ഈ പ്രായം എങ്ങനെ കാണിക്കാം ഇയാളുടെ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ്, ആ സമയത്താണ് ഞാൻ ഈ ഫാസ്റ്റിംഗ് ഒക്കെ, പ്രൊലോങ്ഡ് ഫാസ്റ്റിംഗ് ഒക്കെ ഞാൻ ഒരു 1 meal a day എന്ന് പറഞ്ഞ 24 hours ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ സമയത്താണ് നമ്മളുടെ മംഗലാപുരത്തെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു ദിവസം ഒരു 48 hours ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത്. ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ വാട്ടറും കുറച്ച് പോവും, നമ്മളൊന്ന് ചുങ്ങും, ശോഷിച്ച. അപ്പൊ നമ്മള് ആകെ 15 ദിവസമാണ് നമുക്ക് ഷൂട്ടുള്ളത്. അതിനിടയിൽ ഞാൻ 2 ദിവസം ഇത് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ആ ട്രാൻസിഷൻ കുറച്ചും കൂടെ പെട്ടെന്നത് നമ്മള് വീണ്ടും ആ ക്യാരക്ടറിന് രണ്ടാമത് അബ്ബാസിനെ കാണുന്ന സമയത്ത് നമ്മളല്ലാതെ ഭയങ്കരമായിട്ടുള്ള അയാളുടെ രോഗാവസ്ഥ പോലെ അയാൾക്ക് വേറെ മാറ്റങ്ങൾ അല്ലല്ലോ, നമ്മളങ്ങനെ ബിഗ് വയ്ക്കോ താടി വീശൊന്നും അല്ലല്ലോ. ഗ്രേ സ്വാഭാവികമായിട്ടും ഗ്രേ ആൾ പ്രായമാവുന്നതിന്റെ കൂടുതലുണ്ടാവും. പിന്നെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷീണിച്ചു കഴിഞ്ഞാല് വയറ് കുറച്ചും കൂടെ ഒന്ന് പ്രൊജക്റ്റഡ്, ലൈഫ് സ്റ്റൈല് കാരണം അയാളുടെ ലൈഫ് സ്റ്റൈലും അങ്ങനെയാണല്ലോ, അങ്ങനത്തെ ആളാണല്ലോ. കുറച്ച് എന്താ പറയാ, ഒരു അറിയുക എന്നൊക്കെ പറയുന്ന പോലത്തെ രസമുള്ളൊരു ക്ലോഷർ. ഞാൻ പറഞ്ഞില്ല, ആർക്കിന്റെ ക്ലോഷർ പറഞ്ഞുകൊണ്ട് ചോദിക്കാം. എന്തായാലും ഇത് പിന്നെ പ്രേക്ഷകർ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായതുകൊണ്ട് പറയാം. പിന്നെ ഈ അതായത് ഒരു മിഷന്റെ കംപ്ലീഷൻ പോലെ ഒരു ഇമോഷണൽ ക്ലോഷർ ഉണ്ടല്ലോ. അയാൾ ആ ബാലൻ എന്ന് പറയുന്ന അയാളുടെ മിഷന്റെ ഒരു കംപ്ലീഷൻ കൂടി അതൊരു ഭയങ്കര ആസ് ആൻ ആക്ടർ, ഹ്യൂമൻ ബീങ് എല്ലാം എനിക്കൊന്ന് കാണുന്ന പ്രേക്ഷകർക്കും അതേപോലെ അയാളുടെ ആ ക്ലോഷറും ബാലന്റെ ക്ലോഷറിനും തൊട്ട് മുമ്പ് ഇയാൾക്കൊരു ക്ലോഷർ കിട്ടുന്നുണ്ടല്ലോ. ആ ക്ലോഷർ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് ഇയാളെ ആഗ്രഹം നടപ്പാക്കേണ്ടത് അബ്ബയാണല്ലേ, അബ്ബാസ് ആണെന്ന് പറയുന്നത്. മേക്കപ്പും ഭയങ്കര, വയറും ഭയങ്കര ഒരു പ്ലസ് പോയിന്റ്. കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ബോംബെയിൽ പടം കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അയാൾ ഹിന്ദിക്കാരൻ, അയാൾക്ക് വിട്ടോ ഈ ഭയങ്കരമാണ്, ഇത്രയും വയറൊക്കെ ഉണ്ടായിട്ട് അയാള് മടിയില്ലാത്ത സ്വന്തമായിട്ട് സിക്സ് പാക്ക് ഉള്ള ആളാണ്, വയറൊക്കെ കാണിച്ചല്ലോ, വലിയ കാര്യം. ഇതിന്റെ ഷൈജു ഖാലിദ് നമുക്കറിയാം, മഞ്ഞുമ്മലിലുണ്ട്. മഞ്ഞുമ്മൽ ഭയങ്കര രസമുള്ളൊരു വർക്ക് ചെയ്തതാണ്. സെയിം ടീം ഇതിൽ വരുന്നു. ഇതിൽ വരുമ്പോൾ ഇതൊരു ഫിലിം കാലത്ത് ഷൂട്ട് ചെയ്യപ്പെട്ട ഒരു പടം പോകുന്നു. അതിന്റെ ഒരു പാലറ്റ് ടൊണാലിറ്റിയിലൊക്കെ അങ്ങനെ ഒരു ക്യാരക്ടർ. ഇത് നോക്കുവാണെങ്കിൽ പല ദേശം, പല സ്ഥലം, പല സീസൺ അങ്ങനെയാണല്ലോ വരുന്നത്. നമ്മള് ജയിലിലെ ചുവരിലാണല്ലോ തുടങ്ങുന്നത്. ജയിലിലെ ചുവരില് വരച്ച ചിത്രങ്ങളിൽ തുടങ്ങിയ സിനിമയാണല്ലോ ഇങ്ങനെ പോയി മറ്റൊരു ദേശത്ത് പോയി, മംഗലാപുരത്തടക്കം പോയി അങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ഒരു വിഷ്വലി ട്രാവൽ ചെയ്യുന്ന പല ജിയോഗ്രഫിയിൽ ട്രാവൽ ചെയ്യുന്ന സിനിമയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു കളർ ടോൺ, അതിന്റെ ഒരു യുണീക്നെസ് കൊണ്ടുവരണം. എന്നാൽ ഇതൊരു ഫിലിം, ഇപ്പൊ പറയില്ലേ, നമുക്ക് ഭയങ്കര ഒരു വിൻറ്റേജ് അല്ലെങ്കിൽ ഒരു
അങ്ങനെ ഒരു മെമ്മറി സെറ്റ് ചെയ്യുന്ന രീതിയിലാണല്ലോ ചെയ്തേക്കുന്നത്. കാരണം എനിക്ക് അവരുടെ വേൾഡ് റിയലിസ്റ്റിക് ആണെങ്കിലും എനിക്ക് അതിലൊരു ചെറിയൊരു ഒരു ഡ്രീമി ഒരു എഫക്ട് ഒരു പെയിന്റിങ് എഫക്ട് കാരണം പോലെ. ഒരു 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 സന്ധ്യക്ക് ഇരുന്ന് പറയുന്ന ഒരു കഥ, ഒരു പുളുക്കഥ, അങ്ങനത്തെ ഒരു അതായിരിക്കാം ചിലപ്പം. കാരണം അത് തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയാ, നമ്മള് വയനാട് ഷൂട്ട് ചെയ്യാൻ കാരണം അതിന്റെ ഒരു എന്താ പറയാ കാൽപ്പനികത എന്ന് പറയുന്നത്. മലനാട് മലനാട്, മലനാട് അങ്ങനെ അല്ല, ബസ്സിൽ എഴുതിയേക്കുന്ന അല്ല, അത് മലനാട് വയനാട് തന്നെയാണ്, വയനാട്. അല്ല. അത് മാറ്റുമോ? എന്നിട്ട് എന്താ പറയാ, അപ്പൊ ബേസിക്കലി ഇവര് എല്ലാ ടെറൈൻ എന്ന് വെച്ചാൽ ഇവരുടെ യാത്ര നമ്മൾ ഡയലോഗിൽ ഇല്ലാണ്ട് ഇവർ ഓരോ ഒറ്റ ഷോട്ടിൽ തന്നെ മനസ്സിലാവണം ഇത് പാലപ്പുഴയാണ്, ഇവര് വെള്ളത്തിന്റെ ടെറൈൻ, അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാസർഗോഡാണ്. അപ്പൊ അങ്ങനെ ഒരു ഡ്രിഫ്റ്റേഴ്സ് എന്നുള്ള സാധനമാണ് ആ ഫസ്റ്റ് പാട്ടിൽ. അപ്പം വിഷ്വലി നമുക്ക് ഇതൊരു അമ്മയും മോനും തമ്മിലുള്ള ഒരു ഫേബിൾ അങ്ങനെ പറയണത് എന്താണ്. അപ്പം അവര് അവരുടെ ഓരോ കഥയിലാണ് ജീവിക്കുന്നത്. അതെ, എന്താ അമ്മേന്റെ പുതിയ കഥ, എന്താ അമ്മേന്റെ പുതിയ പേര്, ക്ലോഷറിലും അടുത്തത് അവരെന്താ അടുത്ത പരിപാടി എന്നാണ് അവർ. അപ്പൊ ആ ഒരു സൈക്കിളാണ് അവർ. അപ്പം ആ ഒരു അവരുടെ കഥയിൽ തന്നെ. അപ്പൊ ഇത് പടം കാണാനും ഒരു കഥ, ഒരു ഡ്രീമി ഒരു 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 ടെയിൽ പോലെ ഉണ്ടാവണം എന്നുള്ളത് അങ്ങനത്തെ ഒരു ചിന്തയിലാണ് നമ്മൾ ആ ഒരു വിഷ്വൽ സ്റ്റൈലിലേക്ക് അറിയുന്നത്. ഇതിൽ തന്നെ ഇത് പലതരം സംഗതി ഉണ്ടല്ലോ. നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ അണ്ടർടോൺ നോക്കുവാണെങ്കിൽ ഐഡന്റിറ്റി, യാത്ര, ദേശം, ഈ പറയുന്ന പല ഇവര് പലരുടെ ഐഡന്റിറ്റി തെഫ്റ്റാണെന്നാണോ പറയുന്നത്, അത് അവര് കടമെടുക്കുകയാണോ എന്ന് പറയാവുന്ന വിധത്തിൽ അങ്ങനെയാണല്ലോ പോകുന്നത്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നില്ല. അവര് കടമെടുത്തു പോകുന്നു, ചിലപ്പം കടം വീട്ടി പോകുന്ന പോലെ ഉള്ള സംഗതിയാണല്ലോ. ശരിക്കും എന്തായിരുന്നു ചിദംബരത്തിന്റെ ഒരു ഫസ്റ്റ് കൈ? എന്തായാലും ഈ കഥ ഞാൻ പറയുന്നത് എപ്പോഴും ഒരു റൈറ്റർ ഡയറക്ടർ ആയിട്ട് സമയത്ത് സ്റ്റോറി ടെല്ലിങ്ങിനാണ് അവർക്ക് ഫസ്റ്റ് ഹൈ എന്ന് കിട്ടുന്നത്. ഇത് കഥയിലൂടെ പോകുന്ന പല കഥകൾ ഇവർ തന്നെ പറയുന്ന പല കഥകളിലാണ് നിൽക്കുന്നത്. ഇതൊരു ബേസിക് ഒരു ഫെയറി ടെയിൽ, ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടല്ലോ. എന്താ ഈ ചിദംബരത്തിന് ഹൈ കിട്ടിയ ഫാക്ടർ? അതാണ് ഈ ബേസിക്കലി ഐഡന്റിറ്റി ആണ്. ഇപ്പം ചെക്കൻ ആ സ്കൂളിൽ പോകുന്ന ആ സീൻ ഉണ്ടല്ലോ. അപ്പൊ അവിടെ പോയിട്ട് അച്ഛന്റെ പേരെന്താ വയ്ക്കുമ്പോ അച്ഛനൊക്കെ ജയിലിലെ ചുവരിലെ ആണുങ്ങൾ ഈ സ്ത്രീ തടവുകാര് വരച്ച് അവർക്ക് ആഗ്രഹമുള്ള പുരുഷന്മാരുടെ ഫോട്ടോസ് മാത്രമേ ഈ ചുവർച്ചിത്രങ്ങൾ മാത്രമേ പയ്യനെ അറിയാവുള്ളൂ, ലൈക്ക് ആസ് എ മെയിൽ. അതിൽ ഏതെങ്കിലും ആയിരിക്കും അച്ഛൻ. അവിടെയാണ് കഥ മറന്നു പോകുന്നത്, അവിടെയാണ് ഓവർലാപ്പ് ആവുന്നത്. എത്ര കഥകൾ എത്ര അമ്മയുടെ പേര് വയ്ക്കുമ്പോ പലരും അമ്മേനെ പലതാ വിളിക്കുന്നത്. അപ്പൊ ശരിക്കും അമ്മയുടെ പേരെന്താ ഇവനും വലിയ പിടിയില്ല. അതാണ് അവന്റെ അമ്മയുടെ പേര് അവൻ എവിടെയും പറയുന്നില്ലല്ലോ, അവർക്ക് അവനറിയില്ല. അത് ലോസ്റ്റ് ആണ്. കാരണം ആ ഒരു എന്താ നമ്മള് പ്രിന്റർ കുരുങ്ങാന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ആ സ്കൂൾ സീൻ. അപ്പൊ അതുകൊണ്ട് ഐഡന്റിറ്റി ആർക്കും അറിയില്ല. അതാണ് ഇവന്റെ അമ്മേനെ കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ കടമ. ഒരു ജെൻഡർ സർട്ടിഫിക്കറ്റില്ല, ഒന്നുമില്ല. എത്ര കഥ പറഞ്ഞാൽ കഥയിൽ അവർ ലോസ്റ്റ് ആവാണ്. പിന്നെ ഇതും ഉണ്ടല്ലോ, ഇതിന്റെ മറ്റേ ഓവർലാപ്പ് അല്ലെങ്കിൽ ക്രോസ് ഓവർ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു ഫെയറി ടെയിൽ മുത്തശ്ശി കഥയിൽ നിന്ന് ഇത് റിയലിസ്റ്റിക് ആണോ എന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ആണോ, അപ്പൊ എവിടെയോ ചെയ്തു അതിനെ മറ്റേ അൺറിയൽ റിയൽ ഫാന്റസി മിക്സ്. പോയി ഇവിടെ ഇരുന്നോ എത്ര വൈകിയാലും വരുന്നു എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഇതിൽ ഈ പറയുന്ന ഒരു കഥ പറച്ചില് പോലെയുണ്ട്. മുത്തശ്ശിയുടെ പ്ലേസ്മെന്റില് പുളു എന്നുള്ള എലമെന്റിൽ വെച്ചാൽ, അതായത് ഇത് സംഭവിച്ചതാണോ കഥയാണോ എന്നുള്ളത് പിടികൊടുക്കാത്ത രീതിയിലൊരു മിത്ത് ഫാക്ടർ പോലെ. അതൊരു പ്ലാൻഡ് തന്നെ, അത് ഡെലിബറേറ്റ് ആണ്. കാരണം അതുപോലെയാണ് അമ്മയ്ക്കും മകനും പടത്തിലുടനീളം പേരില്ല. എല്ലാവരും അമ്മ അല്ലെങ്കിൽ മകൻ, എന്താണ് കാണാതായ ബാലൻ, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാണ്ട് ആകെ ഒരു പേര് കൊടുക്കുന്ന പവിത്രൻ, അത് ടോബിയുടെ ക്യാരക്ടറാണ്, അബ്ബാസാണ്. അത് പവിത്രന്റെ പേരാണ് അതാണ് ഐഡന്റിറ്റി, അത് തന്നെയാണ്. അപ്പം അത് ലൈക്ക് ഇറ്റ് ഈസ് അതിന്റെ ഉള്ള തേടൽ തന്നെയാണ് ഇതിന്റെ പരിപാടി. ടോബി ഒരു ഉണ്ടല്ലോ, ഇപ്പൊ മലയാള സിനിമയെ കുറിച്ച് എപ്പോഴും ആളുകൾ പറയുന്നത് സ്റ്റോറി ടെല്ലേഴ്സിന്റെ ഒരു ഭയങ്കര സ്പേസ് ആയിട്ടാണ്. അതുകൊണ്ടാണെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു ഫിലിം മേക്കർ ഇവിടെ പ്രൂവൺ ആയാൽ ആ ഫിലിം മേക്കർക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത വിധം പ്രഷർ ഇതോടൊക്കെയുള്ള ആളുകൾക്ക് ബോളിവുഡ് നിന്ന് വിളിക്കുന്നു, തമിഴ്. അത് ഞാൻ പറയുന്നത് അവർക്ക് കുറച്ചുകൂടി ഒരു ലാർജർ സ്പേസിൽ അവരുടെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണല്ലോ. അപ്പോൾ ഒരു നിങ്ങൾക്കൊരു 10-40 ദിവസം കൊണ്ട് ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ പോലെ ഗംഭീരമായിട്ട് വലിയൊരു സ്കെയിൽ പടം ചെയ്യാം എന്ന് പറയുന്നിടത്തും ഈ പറയുന്ന യുണീക്ക് സ്റ്റോറി വരുന്നു, അവിടെ ഒരു ആർട്ടിസ്റ്റിനെ എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു പറയുമ്പോൾ അവിടെ ഒരു പ്രൈമറി എക്സൈറ്റ്മെന്റും ഹൈയും കിട്ടുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ ബാലൻ എന്ന് പറയുന്നത്. ഉറപ്പായും ബാലൻ എന്ന് പറയുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഫാക്ടർ ആ ക്യാരക്ടറും ആ ക്യാരക്ടറിലേക്ക് എന്നിലെ സ്റ്റാറിനെ അല്ല, അവർക്ക് ആദ്യം ആക്ടറിനെയാണ് വേണ്ടത്, പെർഫോമൻസിന് വേണ്ട ഒരു റോളിലേക്കാണ് വരുന്നത് എന്ന് പറയുന്ന ചാലഞ്ച് ഏറ്റെടുക്കുന്നത്. ഇത് ഏതൊക്കെ മൊമെന്റിൽ ഹൈ കിട്ടുന്നത്? കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു വർഷം 3-4 പടങ്ങൾ അത് തിയേറ്ററിക്കലാവണം, അതിന്റെ ബാങ്കബിൾ, ആ ഫാക്ടറിലാണല്ലോ എല്ലാവർക്കും ഓരോ ഓപ്ഷൻ കിടക്കുന്നത്. കൊമേഴ്ഷ്യൽ സക്സസ് തീർച്ചയായിട്ടും ഒരു സമാധാനം, അത് ഹൈനേക്കാളും കൂടുതൽ സമാധാനം തരുന്ന കാര്യമാണ്. കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവുന്ന സമയത്ത് ഒരു സമാധാനമുണ്ട്. കാര്യം ആ കൊമേഴ്ഷ്യൽ സക്സസ് വെച്ചിട്ടാണ് ഈ ബാങ്കബിലിറ്റി ഉണ്ടാവുന്നതും
ആ ബാങ്കബിലിറ്റി വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ഉള്ളിലെ ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കുറേ സിനിമകൾ കൊണ്ടാണ് ഞാൻ ഇൻഡസ്ട്രിയിലുള്ളത്. ഞാൻ ഇൻഡസ്ട്രിയിലുള്ളത് കൊണ്ടാണ് ഈ ക്യാരക്ടറിന് ഞാൻ വേറെ എവിടെയോ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയൊന്നും വരില്ല. കുറച്ച് പേഴ്സണലി അറിയാവുന്നവരും കൂടെ ആവുന്ന സമയത്ത് ഒരു സാധാരണ കാണുന്ന ഒരു സ്റ്റാർ എന്നുള്ളതിന് അപ്പുറത്തേക്കുള്ള നമ്മൾ പേഴ്സണലി കണ്ടിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനത്തുള്ള ക്യാരക്ടേഴ്സ് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുക. അത് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് അബ്ബാസ് എന്ന് പറയുന്നത്. പ്രധാന ഹൈ കിട്ടുന്നത് അതിന് നമ്മളെ കൺസിഡർ ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കര ഹൈ ആണ്. അത് ചെയ്ത് അത് ആൾക്കാർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന സമയത്ത് അത് തരുന്ന സാറ്റിസ്ഫാക്ഷൻ ഒരുപക്ഷെ മറ്റേ കമേഴ്ഷ്യൽ സക്സസ് തരുന്ന സമാധാനത്തിനേക്കാൾ ഹൈ ഉള്ളതാണ്. ആ സാറ്റിസ്ഫാക്ഷനിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാരും അതിന് തന്നെയായിരിക്കും ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള അവസരങ്ങൾ കുറച്ചും കൂടെ കൂടുതലാണ്. ഇപ്പോൾ മലയാളത്തിലെ നായക കഥാപാത്രങ്ങൾ എല്ലാം തികഞ്ഞ ഐഡിയൽ ക്യാരക്ടേഴ്സ് ആവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് മലയാളത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പലതരം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളാണ് ഏറ്റവും നല്ല ആക്ടേഴ്സും എന്ന് പറയുന്ന. ഇപ്പം മമ്മൂക്കയുടെ ലാലേട്ടനെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ തന്നെയാണ് ഇവിടെ, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ സിനിമ കാണുന്ന കാലം മുതൽ അവർ തന്നെയാണ് ഇവിടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അവർ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ആക്ടേഴ്സുമായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു സ്പേസ് മലയാളത്തിൽ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്ന് മലയാളി ഇവിടുത്തെ ആളുകൾ മറ്റ് ഭയങ്കരമായിട്ടുള്ള അവിശ്വസനീയമായിട്ടുള്ള അങ്ങനത്തെ സിനിമകളെക്കാൾ കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള സിനിമകളാണ് കാണാനും ഇഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വലിയ സ്പെക്ടക്കിളും അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതിനേക്കാളും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാവുന്ന എവിടെയോ കണ്ടു പറഞ്ഞിട്ടുള്ള പോലുള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ സിനിമയിൽ വരുന്ന സമയത്ത് ആളുകൾക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെടാറുണ്ടെന്നും തോന്നാറുണ്ട്. പിന്നെ മൊത്തത്തിലൊരു ചെറിയൊരു മറ്റ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് ഒരു സട്ടിൽ സ്വഭാവമുണ്ട് നമ്മളുടെ കഥാപാത്രങ്ങൾക്കാണെങ്കിലും സിനിമയിലെ പല കാര്യങ്ങൾക്കാണെങ്കിലും. അതിനൊരു കാരണം ആസ്വാദകർ അങ്ങനത്തെ കാര്യങ്ങൾ ആണ് ഇഷ്ടപ്പെടുന്നത്. അവർക്ക് മറ്റേതിനേക്കാൾ ഇതാണ് അവർ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടായിരിക്കും ഫിൽം മേക്കേഴ്സും അതിലേക്ക് ടെൻഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ആൾക്കാരെ പറ്റിച്ചൊന്നൊരു സിനിമ ഉണ്ടാക്കി ഹിറ്റാക്കി എടുക്കാൻ പറ്റില്ല. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. സാധാരണ പ്രേക്ഷകരാണെങ്കിൽ പോലും അവർ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ളതിനേക്കാളും അപ്പുറത്ത് ഡീപ്പായിട്ട് സിനിമ കാണുന്ന പ്രേക്ഷകരാണ് ഇവിടെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ അല്ല, പണ്ട് മുതലേ അങ്ങനെ ആയിരുന്നു. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ സിനിമയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ്, സിനിമയിലെ ഡയലോഗുകൾ നമ്മളുടെ കാഷ്വൽ കോൺവെർസേഷൻസിൽ വളരെ കാഷ്വൽ ആയിട്ട് വരികയും കറക്റ്റ് മാച്ച് ആയിരിക്കും, നമ്മൾ സെറ്റ് ആയിരിക്കും. നമ്മൾ ഏതെങ്കിലും സിനിമയിലത്തെ ഡയലോഗുകളൊക്കെ നമ്മൾ അങ്ങനെ പറയുന്നതും അതൊക്കെ ഈ പ്രേക്ഷകരും സിനിമയും തമ്മിൽ അങ്ങനെ ഒരു ഡീപ്പ് കണക്ഷൻ ഇവിടെ പ്രത്യേകിച്ച് ഉള്ളതുകൊണ്ടായിരിക്കും. അത് പണ്ട് മുതലേ ഉള്ള ഫിലിം മേക്കേഴ്സും ആക്ടേഴ്സും ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള അതേ അത് നമുക്ക് ചിലപ്പോൾ കിട്ടിയൊരു അനുഗ്രഹമായിരിക്കും. ഇവിടെയുള്ള ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാർക്കാണെങ്കിലും ആ ഒരു ബേസ് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മുടെ മുമ്പുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രേക്ഷകരും സിനിമയുമായിട്ടുള്ള കണക്ഷനും ആ പ്രേക്ഷകർക്ക് കാറ്റർ ചെയ്യുന്ന സിനിമകളിൽ അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ച് കൊടുത്തിട്ടുള്ള ഫിലിം മേക്കേഴ്സും ഇതൊക്കെ തന്നെയായിരിക്കും ഇവിടെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണം. ഇതിപ്പോൾ കാൻസിന്റെ മാർക്കറ്റ് സ്ക്രീനിലേക്ക് പോകുന്നു. ഇപ്പോൾ കാൻസ് പോലത്തെ ഒരു വലിയൊരു വെന്യൂവിൽ കാൻസിൽ ആ വർഷം എത്തുന്ന എല്ലാ നല്ല പടങ്ങൾ കാണുന്ന ആഗ്രഹിക്കുന്നവർ സെലക്ട് ചെയ്ത് പിക്ക് ചെയ്ത് കാണുന്ന ഒരു സ്പേസിലാണിത് ഇതിന്റെ പ്രീമിയർ നടക്കുന്നത്. അപ്പോൾ ഉറപ്പായും നമ്മൾ പറയില്ല, ഒരു ഫെസ്റ്റിവൽ ജോണറ പടങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വേർതിരിവുണ്ട്. ഇത് ഫെസ്റ്റിവലിൽ പോയി കാണാം. അതൊരു നോൺ തിയേറ്ററിക്കൽ പ്ലാനിൽ വരുന്ന പടങ്ങളാണ്. പക്ഷെ ഇതിൻ്റെ ഒരു തിയേറ്റർ ഡിസൈനിലാണ് ചെയ്തേക്കുന്നത്. ഒരു തിയേറ്ററിന് പറ്റുന്ന എല്ലാ തരം അതിൻ്റെ പിന്നെ മ്യൂസിക്, സൗണ്ട്, ഫുൾ സ്ട്രക്ചറിൽ ഒരു തിയേറ്ററിൽ കാണുന്ന, എന്നാൽ അതിൻ്റെ പേസ് ഒരു ത്രില്ലറിൻ്റെ മൂഡിലേക്ക് പോവുകയാണ്. ഒരു പടം മറ്റേ ജയിലിലെ വലിയ സ്റ്റോറി ടെല്ലിങ്ങിൽ മുതി ഒരു ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന മുതൽ നമ്മൾ വളരെ ഉദ്വേഗത്തിൽ നിൽക്കുന്ന, ഇവരാരെന്ന് ഡിസ്റ്റ് എടുക്കുന്ന പറയില്ല. കാരണം ഇവരാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കറിയില്ല എന്താണ് അടുത്ത പ്ലാൻ, അടുത്ത സ്ഥലത്തെത്തുന്നത്. അപ്പം അങ്ങനെ ഒരു ചാപ്റ്റേഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവർ പറയുന്ന കഥയും ഇവർ കണ്ടെത്തുന്ന പുതിയ കഥാപ്രദേശമായിട്ട്. ശരിക്കും ഇതിന്റെ തിയേറ്റർ പ്ലാൻ ശരിക്കും എങ്ങനെയായിരുന്നു? എന്താണ്? ഇതൊരു നോർമൽ കൊമേഴ്ഷ്യൽ പടം തന്നെയാണ്. അപ്പൊ ഇത് ജസ്റ്റ് കാനില് ഇത് കോമ്പറ്റീഷനിൽ വരുന്നില്ല. ഇത് ഫിലിം മാർക്കറ്റിൽ നമുക്ക് ഫിലിം മാർക്കറ്റിൽ സിനിമകൾ പോകുന്ന വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ സാധ്യതകളും കോർപ്പറേഷൻ സാധ്യതകളും നേടിയാണ്. പക്ഷെ നമുക്കെല്ലാം ഓൾറെഡി ഡൊമസ്റ്റിക്കലി എല്ലാം ലോക്ക്ഡ് ആണ്. നമ്മൾ അവിടെ പോയെന്ന് വെച്ചാൽ എന്താണ് റിയാക്ഷൻ, ബാക്കിയുള്ള ആൾക്കാർ, പല നാട്ടിലെ ആൾക്കാരുടെ റിയാക്ഷൻ എന്താണ്, നമുക്ക് ഒരു ഫ്രഞ്ച് ഡിസ്ട്രിബ്യൂഷൻ ഇതിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ചൈനീസ് ഡിസ്ട്രിബ്യൂഷന് സാധ്യതയുണ്ട്, അല്ല അങ്ങനെയുള്ള ഒരു സാധ്യതകൾ തേടിയാണ് അവിടെ പോയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു
കാഴ്ചപ്പാട് മാത്രമേ അവിടെ ഉള്ളൂ. ഇനി പടം റിലീസ് കഴിഞ്ഞ് പടം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫെസ്റ്റിവലിന് അയക്കാം എന്നുള്ള ആത്യന്തികമായി ഇത് തിയേറ്ററിന് വേണ്ടി ആൾക്കാരുടെ ആസ്വാദനത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സിനിമ തന്നെയാണ്. ഞാൻ ഈ KVN-ന്റെ ജനനായകന്റെ കൂടി പ്രൊഡ്യൂസർ ആയിട്ടുള്ള പുള്ളിയോട് നേരിട്ട് സംസാരിച്ചപ്പോൾ കണ്ടത് പുള്ളി അത് ഞാനത് ചിന്തനോട് പറഞ്ഞിട്ടുണ്ട്. ജനനായകൻ എന്ന് പറയുന്ന പടത്തെക്കുറിച്ച് പറയുന്ന അതേ എക്സൈറ്റ്മെന്റിൽ അവരുടെ ഏറ്റവും പ്രോമിസിങ് പ്രൊജക്റ്റുകളിൽ ഒന്നായിട്ടാണ് ബാലൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. വെങ്കട്ട് നാരായണ സംസാരിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു നോർമൽ ഭയങ്കര സ്റ്റാറർ വെഹിക്കിൾ പടങ്ങൾ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസ് ഇപ്പോഴത്തെ ജനനായകൻ പോലത്തെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോക്സിക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനിടയിലാണ് ബാലൻ ഡിസിഷൻ എടുക്കുന്നത്. അവരേറ്റവും അതായത് ഈക്വലി ഇതേ പറയുന്ന പടങ്ങളിൽ അതേ പ്രാധാന്യം നൽകുന്നു എന്നുള്ള സാധനം അതൊരു പ്രധാനപ്പെട്ട ഒരു കോളായിരുന്നു അല്ലേ? അതെ, ഞാൻ വെങ്കട്ടിനോട് ഫസ്റ്റ് ഇതേപോലെ കഥ പറയും. വെങ്കട്ടിന്റെ വലിയ സ്റ്റാർ പടം കന്നഡ തെലുങ്ക് അങ്ങനെ പിടിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു കഥയുണ്ട് കേട്ടു. അപ്പൊ വെങ്കട്ടിന് ഭയങ്കരമായിട്ട് സർപ്രൈസിംഗ്ലി പെട്ടെന്ന് അത് ഭയങ്കര കണക്ട് ആയി. ആൻഡ് വെങ്കട്ട് അതിന് കറക്റ്റ് ഒരു 3-4 ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. ഭയങ്കര സെൻസിബിൾ ചോദ്യമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അമ്മയും മോനും ഇല്ലല്ലോ, അപ്പം എന്തെങ്കിലും പ്രശ്നം. അപ്പൊ അങ്ങനത്തെ കറക്റ്റ് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ കൃത്യമായി പടത്തിന്റെ കാര്യം മനസ്സിലായി. ദെൻ ഹി വാസ് ഓൾ ഇൻ. ആൻഡ് ബാക്കി എല്ലാ സിനിമയ്ക്കും അദ്ദേഹത്തിന് ടോക്സിക് അങ്ങനെ ജനനായകൻ അങ്ങനത്തെ ഹെവി വെയിറ്റ് പടങ്ങളുടെ ഇടയിലും എനിക്ക് തുല്യ പ്രാധാന്യം എൻ്റെ ഇടയിൽ ആ പടത്തിന് കൊടുക്കുന്ന ഒരേ പരിപാടിയാണ് ഓഫീസ് എന്നുള്ള വർക്കും ലോജിസ്റ്റിക്സും എല്ലാം നല്ല തന്നെയാണ്. അപ്പോൾ വെങ്കട്ട് ഓൾസോ സോ ദ ഫിലിം ആൻഡ് വെങ്കട്ടിനെ പടം കാണിക്കുകയും ചെയ്തപ്പം യു വാസ് വെരി ഹാപ്പി അബൌട്ട്. അപ്പൊ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടല്ലോ ഇത്രയും വലിയ പടങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ പടം ചെയ്ത് കാണാനല്ലേ. ജീൻ ഇനി മറ്റേ ആക്ടിങ് കൂടി ചിലപ്പോ എനിക്ക് തോന്നുന്നത് സംവിധായകർ ഇപ്പൊ ഇതിലിപ്പോ ഗിരീഷേടിയാണ് സല്യൂട്ട് അടിക്കേണ്ട SI. അപ്പൊ ഗിരീഷേടി ഉണ്ട് ഒരു ത്രൂ ഔട്ട് പോലീസ് ക്യാരക്ടർ അല്ലെ, ഒരു റൈവൽറി കൈൻഡ് ഓഫ് പോലീസ് ക്യാരക്ടർ ഗിരീഷേടി ഉള്ളത്. അപ്പൊ ഇവിടെയുള്ള പ്രധാനപ്പെട്ട സംവിധായകരെല്ലാം ചിദംബരം ദുരൂഹ സാഹചര്യത്തിൽ ആനന്ദ് ഏകർഷി ഉണ്ട്. അപ്പൊ എനിക്കൊന്ന് ഈ ഫിലിം മേക്കേഴ്സിന്റെ ഒരു ആക്ടിങ് ക്രാഫ്റ്റ് കൂടി ആളുകൾ കാണുവാണല്ലോ. ഒരു ആക്ടിങ് വളരെ സീരിയസ് ആയിട്ട് ഇനി ട്രൈ ചെയ്യാം എന്നുള്ളതിൽ ആക്ടിങ് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സീരിയസ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. കാരണം വേറൊരാള് നമ്മളെ പറ്റി ആലോചിച്ച് ആ പടത്തിൽ വേണമെന്ന് തോന്നുമ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവരെ അങ്ങനെ അപ്രോച്ച് ചെയ്യണം. അപ്പൊ എന്റെ ഒരു സാഹചര്യം, ഞാൻ എന്റെ പരിപാടി വെച്ചിട്ട് എനിക്ക് ഒരിക്കലും പോയിട്ട് അടുത്ത പടം വരുമ്പോ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഇപ്പൊ ഈ പടത്തിന്റെ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല പരിപാടിയാണെങ്കിൽ മാത്രം ഉറപ്പായിട്ടും ചെയ്യാന്നുള്ള ഒരു ധാരണയിലാണ്. പിന്നെ ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുന്ന വേറൊരു പരിപാടി ഡയറക്ഷനും എഴുത്തും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൽ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടുന്നു. ഇതൊരു നല്ല പരിപാടി വന്നാൽ ചെയ്യാം. അങ്ങനെയാണ്. ഈ മഞ്ഞുമ്മലിന്റെ ഡയറക്ടറുടെ ബാലൻ എന്നുള്ള രീതിയിലാണ്. എന്തായിരുന്നു ബാലനിലേക്കുള്ള ജീന്റെ ഒരു ഇത്? ഒന്ന് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, സത്യമായിട്ട് എനിക്ക് ആദ്യമായിട്ട് ആ കോൾ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തു. രാത്രി വിളിക്കുന്നത് എന്റെ വിളിച്ചിട്ട് വന്ന് കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട പോലീസുകാരനാവാൻ പറ്റുമെന്ന് ചോദിച്ചു. പിന്നെന്താ. പിന്നെ ചിദംബരത്തിന്റെ അടുത്ത പടം ഉറപ്പായിട്ടും അത്. പിന്നെ ജിത്തു എഴുതുന്നു. അപ്പൊ തന്നെ ഗംഭീരമായി. നമ്മളത് ഭയങ്കര ഹാപ്പി ആയിട്ടാ പോകുന്നത്. കഥ കേൾക്കുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രീഗ്ഡ് ആയി. കാരണം ഒട്ടും റാറ്റ് റേസിലുള്ള ഒരു സിനിമ അല്ല. അതായത് ഇപ്പൊ നമ്മളൊരു സിനിമ ചെയ്തിട്ട് മഞ്ഞുമല് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമ്മൾ ഏറ്റവും വലിയൊരു പരിപാടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രൈ അല്ല. ഒരു ആസ് എ ഡയറക്ടർ തന്നെ അത്യാവശ്യം ജലസാണ്. കാരണം നമുക്ക് എക്സൈറ്റ് ചെയ്യുന്ന സിനിമകൾ ചെയ്യാം, അത് പുറത്തോട്ട് കൊണ്ടുവരാനുള്ള ഒരു കോൺഫിഡൻസ് കാണിക്കുക എന്ന് പറയുന്നത്. രജനീകാന്തിന്റെ ഓഫറിൽ വീഴുവാണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അറിയാലോ നമുക്ക് പെട്ടെന്ന് പിന്നെ അത് ചെയ്തിട്ട് ഇതെപ്പോഴും ചെയ്യാലോ എന്ന് തോന്നും. പക്ഷെ ഇത് അങ്ങനെ റേസിലില്ലാത്തൊരു സിനിമ. നമുക്ക് ആരോടും മത്സരങ്ങളില്ല. പക്ഷെ എന്താ പറയാ, അതിലൊരു ഭയങ്കര സോളുണ്ട്. ഈ കഥ പറയുമ്പം ഈ പയ്യന്റെ തുടക്കത്തില് സീൻ എൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ തന്നെ ഭയങ്കര ആസ് എ മേക്കർ ഞാൻ എക്സൈറ്റഡ് ആയി. കാരണം അതെങ്ങനെ പയ്യനെ ആ കണ്ട കാഴ്ചകൾ പുറത്ത് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അതുപോലെ ഇവരുടെ ഫോട്ടോസ് കാണുമ്പം ഞാൻ ഇതിന്റെ എല്ലാ പ്രോസസ്സിലും ഭയങ്കര ത്രില്ഡ് ആയിരുന്നു. കാരണം എനിക്കിത് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കൊരു അസൂയ എല്ലാം തോന്നുന്നൊരു പരിപാടിയാണ്. പിന്നെ എനിക്ക് ഒരുപാട് 10 കിലോ കുറക്കണമെന്ന് പറഞ്ഞു. 2 കാലഘട്ടത്തിലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇപ്പൊ ഷമ്മിച്ചേട്ടനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ആർക്കും വേണേലും ചെയ്യാതെ എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അതിൽ എന്നെ കൺസിഡർ ചെയ്തത് ശരിക്കും ഞാൻ ഭയങ്കര ലക്കിയാണ്. സുഷിന്റെ കാര്യം കൂടി, സുഷിനെ കൂടി അല്ലെ, സുഷിൻ നമ്മൾ ഈ പറഞ്ഞ ഷൈജു, നിങ്ങൾ ഈ മഞ്ഞുമ്മൽ ചെയ്ത ടീം ഒക്കെ നമുക്കന്ന് പൊളിച്ചു കളയാന്ന് തീരുമാനിക്കുമ്പോൾ ബാലൻ എന്ന് പറയുന്ന ഒരു കോളിലേക്ക് എങ്ങനെയാണോ ചിതു വരുന്നത് അതേപോലെ നിങ്ങളുടെ ടീമും മാറുവാണല്ലോ. ഷൈജു അതുവരെ ചെയ്തൊരു ഫോമാറ്റിലല്ല, അങ്ങനെ ഒരു പാലറ്റിലല്ല ഇതിന്റെ വിഷ്വലൈസേഷനിലേക്ക് വരുന്നത്. സുഷിനും അങ്ങനെ തന്നെ ഒരു
സംഗതിയിലേക്ക് വരുന്നു ഈ പറയുന്ന അതെ. അല്ലേ, അതിന്റെ ഒരു എനിക്ക് എന്താ പറയാ ലൈക്ക് ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും PG ആണെങ്കിൽ പോലും അല്ലേ പുള്ളി അതിന് വേറൊരു ഐ ടോണിലേക്ക് വിൽ ഓൾവേസ് ഗോ ഫോർ ദ ബെസ്റ്റ് ടൂൾസ് ആൻഡ് ഞാൻ എനിക്ക് എന്താ പറയാ അതും എനിക്ക് ഈസ് ഓഫ് വർക്കിംഗ് കമ്മ്യൂണിക്കേഷനും എല്ലാം ഞാൻ സുഷ്ണൊക്കെ മ്യൂസിക് കമ്പനി അവിടെ ഇരിക്കാറില്ല ലൈക്ക് ഞാൻ എല്ലാം റീല് കഴിയുമ്പോൾ അവിടെ കേൾക്കും ഓക്കെ അത്ര അല്ലാണ്ട് നിരന്തരമായി ഇരിക്കേണ്ട ആവശ്യം പോലും ഇല്ല അപ്പൊ ഈ അങ്ങനത്തെ ഒരു- ടൂൾസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ഇപ്പൊ കമലഹാസനെ വെച്ച് പടം ചെയ്താലും ഈ സാറ്റിസ്ഫാക്ഷൻ തന്നെയാ കിട്ടുന്നത്. അതെ, അതാണ് അതെ, അതിന്റെ ഒരു അതെ, രസം. അതെ, ഇതിപ്പം അതെ. വലിയൊരു ചെറിയ പടമാണ്. അങ്ങനത്തെ ഒരു ഇതുണ്ട് കാരണം എല്ലാം ബാക്കിലെല്ലാം വിവേക് കർഷൻ ആയാലും സുഷിൻ, അജയൻ ചാലിശ്ശേരി, ഷൈജു ഖാലിദ് അങ്ങനെ സൗണ്ട് ഡിസൈനർ എല്ലാരും ഭയങ്കര ഹെവി വെയിറ്റ്സ് ആണ് പടത്തിന്. അപ്പൊ അങ്ങനെയൊക്കെ അത്രയും സപ്പോർട്ട് വന്നാൽ ഇങ്ങനത്തെ ഒരു ചെറിയ കഥ ഇതുപോലെ പറയാൻ വലിയ- ചെന്നൈ അവിടെ എല്ലാവർക്കും ഉണ്ട് സ്റ്റേറ്റ് അവിടെ. ലൊക്കേഷനിൽ അങ്ങനെ ഒരു സ്ട്രെയിനേ ഇല്ല. കാരണം ഷൈജുബായ് ആണെങ്കിലും വളരെ ചാടി നിന്ന് പണിയെടുത്തൊരു പരിപാടിയാണ്. എല്ലാരും ഭയങ്കര ഓണായിരുന്നു. അത് മാത്രമല്ല ലൊക്കേഷൻ ഭയങ്കര ഒരു ട്രാവൽ എന്തോരം സ്വിച്ച് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്ത് പോകുന്ന സ്ഥലം തന്നെ വേറെയാണ്, വേറെ ജിയോഗ്രഫിയാണ്. പക്ഷെ നമുക്ക് അതിന്റെ ഒരു അല്ലെ അതെ, അതെ, തുടർച്ച അതെ, ഫീൽ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് പല സീസൺസിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ. കാസർഗോഡ് സമ്മറിലും പിന്നെ അത് മഴക്കാലത്ത് രണ്ട് ലുക്കുകളും അങ്ങനെയൊക്കെ. പക്ഷെ നമുക്ക് സമയം പടം തീർക്കണം കൺസൈസ്. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ചും കൂടെ വ്യാപ്തിയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമുക്ക് 14 ജില്ലയിൽ ഷൂട്ട് ചെയ്യണം. നമ്മളൊരു 10 വരെ ചെയ്തു. 10 ജില്ലയിൽ തന്നെ നമ്മുടെ ആ, മംഗലാപുരം. മംഗലാപുരം ഇത് പോകുന്നു. അപ്പൊ കേരളത്തിന്റെ എല്ലാ ലാൻഡ്സ്കേപ്പും നമ്മളിങ്ങനെ എല്ലാ കാണിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കടലായാലും കായലോരങ്ങളായാലും മലയായാലും മലയോരങ്ങളായാലും എല്ലാം. ഉറപ്പായും ബാലിന് ശേഷമുള്ള സിനിമ ഭയങ്കര പ്രധാനപ്പെട്ട സിനിമ. ചിദംബരം മോഹൻലാൽ പടം വരുന്നു എന്നുള്ള സംഗതിയുണ്ട്. ചിദംബരം മറ്റൊരു പടത്തിന്റെ റീല് നിൽക്കുവാണെന്നുള്ള സ്റ്റോറി ഉണ്ട്. എന്താ പറയാവുന്ന അതായത് ഇപ്പൊ സിനിമ അടുത്ത് എന്താ തീരുമാനമായിട്ടില്ല. എല്ലാം ഇങ്ങനെ എഴുതുന്നുണ്ട്. ഏതാ നമുക്ക് വർക്കാവെന്ന് പറയാൻ പറ്റില്ല. സോ എവറിത്തിങ് എല്ലാ എന്താ പറയാ എല്ലാ വീഡിയോ വെക്കുന്നുണ്ട്. ഇവിടെ ഏതാ കൊള്ളാവുന്നത്? അടുത്ത പടം ചെയ്യും. അപ്പൊ എല്ലായിടത്തും കണ്ണടച്ച് വീഡിയോ വെക്കുന്നത് എവിടെ കൊള്ളാന്ന് നോക്കാം. അപ്പൊ എന്തായാലും ബാലൻ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. ബീരാട്ടെ. താങ്ക് യു. താങ്ക് യു. Yes.